അടിപൊളി ഇതുണ്ടല്ലേ, വാര്യല്ലും പൂളേട്ടാണ്. ഒന്നും പറയാം, നമുക്ക് കഴിച്ച് അടിപൊളി. ഇപ്പൊ നമ്മളെ എവിടെ എന്താണ് നമ്മളെ സുഹൃത്തിന്റെ വീട്ടിലാണ് ഗഫൂർന്ന് പറയും. അതിപ്പോ ഉള്ളിൽ ചായ കൊണ്ടുവരാൻ വേണ്ടി പോകാം. അപ്പൊ ഒന്നും പറയാം, നമ്മള് അടിപൊളി ആയിട്ടുണ്ട് അല്ലെ? അങ്ങനെയുണ്ട് സാറേ. വേണ്ട എല്ലാവരെ കടിച്ചിരുന്നുണ്ട്. പോത്തിന്റെ വാര്യല്ല. അപ്പൊ പൂളുണ്ടാക്കുമ്പോ വാര്യല്ലേറ്റ് ഉണ്ടാക്കും അല്ലെ? പോത്തിന്റെ കട്ടൻ ചായ. ഗഫൂറ എവിടെ? നമ്മളെ ഉണ്ടാക്കിയ ആള് വരാൻ കിട്ടാം. ഓ മന്തി വേണ്ട, മന്തി വാങ്ങിയ. അപ്പൊ ഇവനാണ് ഉണ്ടാക്കിയുള്ളത്. സംഭവം അടിപൊളിയായിട്ട് കിട്ടാം. ഒന്നും പറയാ. എങ്ങനെ ഉണ്ടാക്കിയത്? ഇങ്ങോട്ട് വാ. വെറും വാര്യല് മാത്രം പോത്തിന്റെ അത് കഴുകി നിറങ്ങിട്ട് മല്ലിപ്പൊടി, ലേശം മഞ്ഞപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് വേവിക്കാം. എന്നിട്ട് ബാക്കിയുള്ള മസാല കൂട്ടുകളൊക്കെ ഒരു മുക്കാൽ ഭാഗം വേകുമ്പോൾ ഇടാം. അത് കഴിഞ്ഞ് ഉളക്കേക്ക് വേറെ വേവിച്ചിട്ട് നമ്മൾ അതിലിട്ടിട്ട് മിക്സ് ചെയ്യാം. എങ്ങനെയാലും അടിപൊളി. ഞാൻ കഴിക്കൂലെന്ന് പറഞ്ഞു. ചങ്ങായി വെച്ചോടുന്ന മന്തി അതിന് വാങ്ങിയ ഞാൻ സംഭവം അവനോട് കുറച്ച് പറയുന്നതാ. അപ്പൊ കഴിച്ചു നോക്കിയപ്പോണ്ടല്ല ഒരു പ്ലേറ്റും കൂടി കൊണ്ടുവരാൻ പറഞ്ഞത്. ഞാൻ 2 പ്ലേറ്റ് കൊണ്ടുവരാൻ മുന്നേ അങ്ങനെ പിന്നെ ഒരു പ്ലേറ്റ് മതിയെന്ന് പറഞ്ഞപ്പോ കഴിച്ചപ്പോണ്ടത് അടിപൊളിയായി. ഞാൻ കാക്കി അല്ല എടുത്തു വരുന്നുണ്ടില്ലേ? രണ്ടോ ഇത് കഴിയട്ടെ, കഴിഞ്ഞിട്ടാ മതി. കഴിയട്ടെ ഇത് ഫുള്ള ഇതായിട്ടാ ഇന്ന് കഴിഞ്ഞിട്ടാ എന്താ വെച്ചാൽ വേസ്റ്റാക്കണ്ടല്ലോ. അപ്പൊ താങ്ക് യു. അതായത് ഇപ്പൊ എവിടെ ഉള്ളതെന്നറിയാം? ഇവിടെ പാറപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പട്ടാമ്പി പാറപ്പുറം, കാരക്കാട് പാറപ്പുറം. ഇനി ഇരിക്കുന്ന ആളെ പിന്നെ നമ്മൾ ആരും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. വലിയൊരു ഈ പാറപ്പുറത്തിന്റെ കാരക്കാടിന്റെ വലിയൊരു കലാകാരനാണ്. എല്ലാ സ്ഥലത്തും എല്ലാ പരിപാടിക്കും എത്തുന്നത്, എല്ലാ ജില്ലകളിലും പോയിട്ടുണ്ട്. അതെ, പൊക്കി കൊടുത്താണ്. അതിന്റെ തിരക്കുള്ള ആളാണ്.